നമസ്കാരം. ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തിൻ്റെ വിദേശ നയം രൂപീകരിക്കപ്പെടേണ്ടത് ആ രാജ്യത്തിൻ്റെ സുരക്ഷ, ആഭ്യന്തര താൽപ്പര്യങ്ങൾ, ആഗോളതലത്തിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ്. വിദേശ നയങ്ങളെ വെറും ആഭ്യന്തര വോട്ട് ബാങ്ക് ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് രാജ്യത്തിൻ്റെ അന്തസ്സിനും സുരക്ഷയ്ക്കും വലിയ ദോഷം ചെയ്യും. നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഇന്ത്യ കൈവരിച്ച ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്ന് വിദേശ നയങ്ങളിൽ നിന്ന് പരമ്പരാഗതമായ പ്രകടന രാഷ്ട്രീയത്തെയും ആശയക്കുഴപ്പങ്ങളെയും പൂർണ്ണമായി ഒഴിവാക്കി എന്നതാണ്. ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്ന ഇസ്രയേലുമായി ഭാരതം സ്ഥാപിച്ച ശക്തമായ തന്ത്രപ്രധാന സൗഹൃദം ഇതിനകം തന്നെ രാജ്യത്തിന് വലിയ പ്രതിരോധ നേട്ടങ്ങൾ സമ്മാനിച്ചതുമാണ്. ഈ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി ഗാസ വിഷയത്തിൽ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ നിലപാടിനെ വിമർശിച്ചെഴുതിയ ലേഖനം കടുത്ത ആക്ഷേപങ്ങൾക്കും തിരുത്തലുകൾക്കും വഴിവെക്കുന്നത്. പലസ്തീൻ ഭീകര സംഘടനകളുടെ ക്രൂരതകളെ മനഃപൂർവ്വം മറച്ചു വെച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ വിദേശ നയത്തെ പ്രതികൂട്ടിലാക്കാൻ ശ്രമിക്കുന്ന പ്രതിപക്ഷ നിലപാട് രാജ്യ താൽപ്പര്യങ്ങൾക്ക് പൂർണ്ണമായും വിരുദ്ധമാണ്. ഗാസയിലെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് ആശങ്കപ്പെടുന്ന സോണിയാഗാന്ധി ഈ പ്രതിസന്ധിക്ക് കാരണമായ യഥാർത്ഥ വസ്തുതകളെയും ചരിത്രപരമായ സത്യങ്ങളെയും വിസ്മരിക്കുകയാണ് ചെയ്യുന്നത്. ഹമാസ് എന്ന പലസ്തീൻ ഭീകര സംഘടന ഇസ്രയേൽ അതിർത്തി ഗ്രാമങ്ങളിൽ കയറി നിരപരാധികളായ 1000-ലധികം മനുഷ്യരെ ക്രൂരമായി കൊലപ്പെടുത്തിയതോടെയാണ് ഈ സംഘർഷത്തിൻ്റെ പുതിയ അധ്യായം ആരംഭിക്കുന്നത്. സ്ത്രീകളെയും കുട്ടികളെയും പ്രായമായവരെയും ക്രൂരമായി പീഡിപ്പിക്കുകയും ബന്ദികളാക്കുകയും ചെയ്ത ഭീകരവാദികളുടെ നടപടിയെ അപലപിക്കാൻ മടിക്കുന്ന കോൺഗ്രസ് നേതൃത്വം ഇസ്രയേൽ നടത്തുന്ന സ്വയം രക്ഷയ്ക്കായുള്ള തിരിച്ചടികളെ മാത്രം കുറ്റപ്പെടുത്തുന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. ഭീകരതയുടെ ഇരകളായ ഇസ്രയേലി ജനതയ്ക്കൊപ്പം നിൽക്കുന്നതിന് പകരം ഭീകരവാദികൾക്ക് ഒളിഞ്ഞും തെളിഞ്ഞും ആത്മവിശ്വാസം നൽകുന്ന ഇത്തരം പ്രസ്താവനകൾ അന്താരാഷ്ട്ര തലത്തിൽ ഭാരതത്തിൻ്റെ നിലപാടുകളെ ദുർബലപ്പെടുത്താൻ മാത്രമേ സഹായിക്കുകയുള്ളൂ. ലോകം മുഴുവൻ ഭീകരവാദത്തിനെതിരെ ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ അതിനെ ന്യായീകരിക്കുന്ന രീതിയിൽ പ്രതിപക്ഷം സംസാരിക്കുന്നത് രാജ്യത്തിൻ്റെ പരമാധികാരത്തെ പോലും ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ്. കോൺഗ്രസ് പാർട്ടി കാലാകാലങ്ങളായി തുടരുന്ന വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ തുടർച്ചയാണ് സോണിയാഗാന്ധിയുടെ ഈ ലേഖനമെന്ന് വ്യക്തമാണ്. ഒരു പ്രത്യേക ജനവിഭാഗത്തിൻ്റെ വോട്ടുകൾ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് വിദേശ നയങ്ങളെ വളച്ചൊടിക്കുന്ന രീതിയാണ് കോൺഗ്രസ് മുൻപും സ്വീകരിച്ചിട്ടുള്ളത്. ഭീകരവാദത്തിനെതിരെയുള്ള ആഗോള പോരാട്ടത്തിൽ ഭാരതത്തിൻ്റെ ഏറ്റവും വിശ്വസ്തനായ പങ്കാളിയാണ് ഇസ്രയേൽ. കാർഗിൽ യുദ്ധകാലത്ത് ഉൾപ്പെടെ ഇന്ത്യക്ക് നിർണായകമായ പ്രതിരോധ സഹായങ്ങൾ നൽകിയ ഒരു രാജ്യത്തെ തള്ളിപ്പറഞ്ഞ് ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ശക്തികൾക്ക് അനുകൂലമായി സംസാരിക്കുന്നത് ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതൃത്വത്തിന് ചേർന്നതല്ല. ഗാസയിലെയും റഫേലിലെയും ദുരന്തങ്ങളെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വാചാലരാകുന്നവർ തൊട്ടടുത്തുള്ള ബംഗ്ലാദേശിലെ ധാക്കയിൽ ഹിന്ദു ന്യൂനപക്ഷങ്ങൾ ക്രൂരമായ അതിക്രമങ്ങൾക്ക് ഇരയായപ്പോൾ പുലർത്തിയ മൗനം ഈ രാഷ്ട്രീയത്തിൻ്റെ ഇരട്ടത്താപ്പ് തുറന്നു കാട്ടുന്നതാണ്. ഇന്ത്യ എപ്പോഴും സമാധാനത്തിൻ്റെ പക്ഷത്താണ് നിലകൊള്ളുന്നത് എന്ന യാഥാർത്ഥ്യം ഭരണപക്ഷം കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഗാസയിലെ സാധാരണക്കാരായ ജനങ്ങൾക്കായി ടൺ കണക്കിന് മാനുഷിക സഹായ സാമഗ്രികളാണ് ഇന്ത്യ ഔദ്യോഗികമായി എത്തിച്ചു നൽകിയത്. ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര വേദികളിൽ സമാധാനത്തിനും വെടിനിർത്തലിനുമായി ഇന്ത്യ വോട്ട് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. എന്നാൽ സമാധാന ചർച്ചകളെപ്പോലും അട്ടിമറിക്കുന്ന പലസ്തീനിലെ ഭീകരവാദ ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കാൻ ഇന്ത്യക്ക് ഒരു കാലത്തും സാധിക്കില്ല. ഭീകരവാദത്തോട് സീറോ ടോളറൻസ് അഥവാ ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഇന്ത്യക്കുള്ളത്. ഈ നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രയേലുമായി പ്രതിരോധ, സാങ്കേതിക, രഹസ്യാന്വേഷണ മേഖലകളിൽ ഇന്ത്യ ശക്തമായ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സ്വന്തം രാജ്യത്തിൻ്റെ അതിർത്തികൾ സംരക്ഷിക്കുന്നതിലും ഭീകരവാദത്തെ അടിച്ചമർത്തുന്നതിലും ഇസ്രയേൽ കാണിക്കുന്ന ആർജവം ഇന്ത്യക്ക് എപ്പോഴും മാതൃകയാക്കാവുന്നതാണ്. പലസ്തീൻ ഭീകരതയെ ആഗോളതലത്തിൽ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നവർ കാണാതെ പോകുന്ന ഒന്നാണ് അവർ ഉപയോഗിക്കുന്ന ക്രൂരമായ യുദ്ധമുറകൾ. ജനവാസ കേന്ദ്രങ്ങളും ആശുപത്രികളും വിദ്യാലയങ്ങളും ഭീകരപ്രവർത്തനങ്ങൾക്കായി മനുഷ്യ കവചങ്ങളായി ഉപയോഗിക്കുന്ന ഹമാസിൻ്റെ തന്ത്രങ്ങൾ ഇസ്രായേലിൻ്റെ തിരിച്ചടികളിൽ സാധാരണക്കാർ കൊല്ലപ്പെടാൻ ഇടയാക്കുന്നു. ഈ യാഥാർത്ഥ്യങ്ങളെ തമസ്കരിച്ചുകൊണ്ട് ഇസ്രായേലിനെ മാത്രം പ്രതികൂട്ടിലാക്കാൻ ഐക്യരാഷ്ട്രസഭയിലെ ചില സമിതികളെ കൂട്ടുപിടിക്കുന്നത് ശരിയല്ല. ഇന്ത്യ എക്കാലത്തും പലസ്തീനിലെ സമാധാനപ്രിയരായ ജനങ്ങളുടെ അവകാശങ്ങളെ മാനിച്ചിട്ടുണ്ട്. എന്നാൽ ഭീകരവാദത്തിൻ്റെ നിഴലിൽ നിന്നുകൊണ്ട് രാജ്യങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന അക്രമി സംഘങ്ങളെ പിന്തുണയ്ക്കാൻ ഇന്ത്യയുടെ ഇപ്പോഴത്തെ കരുത്തുറ്റ നേതൃത്വത്തിന് സാധിക്കില്ല. രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയും പ്രതിരോധ പങ്കാളിത്തവും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ താൽക്കാലിക തിരഞ്ഞെടുപ്പ് സമവാക്യങ്ങൾക്ക് മുന്നിൽ പണയം വയ്ക്കാനുള്ളതല്ല. അന്താരാഷ്ട്ര തലത്തിൽ ഭീകരവാദ സംഘടനകൾ നടത്തുന്ന ക്രൂരതകളെ തുറന്നുകാട്ടാനും സ്വന്തം രാജ്യത്തെ സംരക്ഷിക്കാൻ പോരാടുന്ന ഇസ്രയേലിനെ പോലെയുള്ള തന്ത്രപ്രധാന പങ്കാളികളെ പിന്തുണയ്ക്കുവാനും ഇന്ത്യ തയ്യാറാകുന്നത് ശക്തമായ ദേശീയബോധത്തിൻ്റെ തെളിവാണ്. സോണിയാഗാന്ധിയുടെ ലേഖനത്തിലൂടെ പ്രതിപക്ഷം ഉയർത്തുന്ന ആക്ഷേപങ്ങൾ വെറും രാഷ്ട്രീയ പ്രേരിതമാണ് എന്നും മാറുന്ന ലോകക്രമത്തിൽ ഇന്ത്യയുടെ പരമാധികാരവും നയതന്ത്ര കരുത്തും ഉയർത്തിപ്പിടിക്കുന്ന നിലവിലെ വിദേശ നയമാണ് രാജ്യത്തിന് ഏറ്റവും അനുയോജ്യമെന്നും സമകാലീന സംഭവങ്ങൾ അടിവരയിടുന്നു. പ്രകടന രാഷ്ട്രീയത്തിൻ്റെ കാലം കഴിഞ്ഞുവെന്നും
ഭീകരതയ്ക്കെതിരെ ഇന്ത്യ ഇസ്രയേലിനൊപ്പം ദൃഢമായി നിലകൊള്ളുന്നുവെന്നും ഈ നയതന്ത്ര നിലപാടുകൾ വ്യക്തമാക്കുന്നു. അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്ന നിലപാടുകൾ പലപ്പോഴും രാജ്യത്തിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയ സമവാക്യങ്ങളെയും പരമ്പരാഗത വിദേശ നയങ്ങളെയും അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. പലസ്തീൻ ഇസ്രയേൽ സംഘർഷത്തിൽ പ്രത്യേകിച്ച് ഹമാസ് പോലെയുള്ള പലസ്തീൻ സായുധ ഭീകര സംഘടനകളെ വ്യക്തമായി പേരെടുത്ത് തള്ളിപ്പറയാൻ കോൺഗ്രസ് പാർട്ടി മടിക്കുന്നു എന്ന ആരോപണം BJP വളരെ ശക്തമായി ഉന്നയിക്കുന്ന ഒന്നാണ്. ഈ ആക്ഷേപം ഉയർന്നു വരുന്നതിന് പ്രധാന കാരണങ്ങളും അതിന് പിന്നിലെ രാഷ്ട്രീയ ചരിത്രപരമായ സാഹചര്യങ്ങളും പരിശോധിക്കുമ്പോൾ കടുത്ത ചേരിതിരിവുകളാണ് കാണാൻ സാധിക്കുന്നത്. BJPയുടെ പ്രധാന ആരോപണം കോൺഗ്രസിൻ്റെ ഈ നിലപാട് വെറും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് എന്നതാണ്. ഇന്ത്യയിലെ ഒരു പ്രത്യേക ജനവിഭാഗത്തിൻ്റെ വോട്ടുകൾ നഷ്ടപ്പെടുമെന്ന ഭയത്താലാണ് ഒക്ടോബർ 2023 ഇസ്രായേലിന് നേരെ നടന്ന ഹമാസ് നടത്തിയ ക്രൂരമായ ആക്രമണങ്ങളെയും കൂട്ടക്കൊലകളെയും ഒരു ഭീകര സംഘടനകളുടെ ആക്രമണമായി പ്രഖ്യാപിച്ച് പൂർണ്ണമായി തള്ളിപ്പറയാൻ കോൺഗ്രസ് തയ്യാറാക്കാത്തത് എന്ന് BJP കുറ്റപ്പെടുത്തുന്നു. ആഭ്യന്തര രാഷ്ട്രീയത്തിലെ തിരഞ്ഞെടുപ്പ് നേട്ടങ്ങൾക്കായി കോൺഗ്രസ് വിദേശ നയങ്ങളെയും ദേശീയ സുരക്ഷാ താൽപ്പര്യങ്ങളെയും പണയം വയ്ക്കുകയാണ് എന്നും ഭീകരവാദത്തോട് ഒരു വിട്ടുവീഴ്ചയും പാടില്ലെന്ന ഇന്ത്യയുടെ പൊതുവായ നയത്തിന് ഇത് വിരുദ്ധമാണെന്നും അവർ വാദിക്കുന്നു. ഗാസയിലെയും റഫേലെയും ദുരന്തങ്ങളെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്ന കോൺഗ്രസ് നേതൃത്വം ബംഗ്ലാദേശിൽ ഹിന്ദു ന്യൂനപക്ഷങ്ങൾ ക്രൂരമായ അതിക്രമങ്ങൾക്ക് ഇരയായപ്പോൾ പുലർത്തിയ മൗനം അവരുടെ രാഷ്ട്രീയ താൽപ്പര്യം മാത്രമാണ് വ്യക്തമാക്കുന്നതെന്നും വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം തങ്ങൾ ഭീകരതയെ അനുകൂലിക്കില്ലെന്ന് വരുത്തി തീർക്കാൻ കോൺഗ്രസ് പാർട്ടി ശ്രമിക്കുന്നുമുണ്ട്. സോണിയാഗാന്ധി തൻ്റെ ലേഖനത്തിൽ 2023 ഒക്ടോബറിലെ ഹമാസ് ആക്രമണത്തെ ക്രൂരവും ഭയാനകവും അങ്ങേയറ്റം അപലപനീയവും എന്ന് വിശേഷിപ്പിച്ചിരുന്നു. എങ്കിലും ഹമാസിനെ ഒരു ഭീകര സംഘടനയായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കാനോ അവരുടെ ആക്രമണങ്ങളെ പലസ്തീൻ്റെ പൊതുവായ അവകാശ പോരാട്ടങ്ങളിൽ നിന്ന് വേർതിരിച്ച് കടുത്ത ഭാഷയിൽ തള്ളിപ്പറയാനോ കോൺഗ്രസ് തയ്യാറാകുന്നില്ല. ഭീകരവാദികളുടെ പ്രവർത്തനങ്ങളെക്കാൾ ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന സൈനിക നടപടികൾ മൂലമുണ്ടാകുന്ന മാനുഷിക ദുരന്തങ്ങൾക്കാണ് കോൺഗ്രസ് തങ്ങളുടെ പ്രസ്താവനകളിൽ കൂടുതൽ മുൻഗണന നൽകുന്നത്. ഇസ്രയേൽ സൈന്യം വലിയ തോതിൽ നടത്തുന്ന വ്യോമാക്രമണങ്ങളും സാധാരണക്കാരായ സ്ത്രീകളെയും കുട്ടികളുടെയും മരണങ്ങളെയും ഉയർത്തിക്കാട്ടി അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ നിസ്സംഗതയും ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ മൗനത്തെയുമാണ് കോൺഗ്രസ് നിരന്തരം ചോദ്യം ചെയ്യുന്നത്. ഭീകരവാദത്തോടുള്ള കോൺഗ്രസിൻ്റെ ഈ സമീപനം ആഗോളതലത്തിൽ ഭാരതത്തിൻ്റെ പ്രതിരോധ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്നാണ് മറുഭാഗത്തിൻ്റെ വാദം. കാർഗിൽ യുദ്ധകാലത്തും അതിനുശേഷവും ഇന്ത്യക്ക് നിർണായകമായ ആധുനിക പ്രതിരോധ സാമഗ്രികളും രഹസ്യാന്വേഷണ വിവരങ്ങളും നൽകി സഹായിച്ച വിശ്വസ്ത പങ്കാളിയാണ് ഇസ്രയേൽ. ഭീകരവാദത്തിൻ്റെ ക്രൂരതകൾ നേരിട്ടറിഞ്ഞിട്ടുള്ള ഇന്ത്യ സ്വയം രക്ഷയ്ക്കായി പോരാടുന്ന ഇസ്രയേലിനെ പോലെയുള്ള ഒരു രാജ്യത്തെ തള്ളിപ്പറഞ്ഞ് ഭീകരവാദ സംഘടനകളുടെ പ്രവർത്തനങ്ങൾക്ക് പരോക്ഷമായി പോലും ശക്തി പകരുന്ന നിലപാട് സ്വീകരിക്കരുത് എന്ന വികാരം രാജ്യത്ത് ശക്തമാണ്. ചുരുക്കത്തിൽ കോൺഗ്രസ് പാർട്ടി പലസ്തീനിലെ ഭീകരരെ ശക്തമായി തള്ളിപ്പറയാൻ തയ്യാറാകാത്തത് അവരുടെ പരമ്പരാഗത വിദേശ നയത്തിൻ്റെ പാരമ്പര്യവും ആഭ്യന്തര രാഷ്ട്രീയത്തിലെ വോട്ട് ബാങ്ക് സമവാക്യങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണെന്ന വിമർശനം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവമായി നിലനിൽക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.